കുബണൂരിലെ മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെപ്പറ്റി വിദഗ്ധ അന്വേഷണം നടത്തണമെന്ന് മംഗൽപാടി ജനകീയ വേദി, ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യാഥാർത്ഥ്യം തിരിച്ചറിയൂ. യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം. തമാം ഫർണിച്ചർ വേൾഡ്, ഉപ്പള, ബന്ദിയോട്, ഉദ്യാവർ. മംഗൽപാടിയിലെ കുബണൂരിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന വിവാദത്തിലുള്ള മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെപ്പറ്റി വിദഗ്ധ അന്വേഷണം നടത്തണമെന്ന് മംഗൽപാടി ജനകീയ വേദി ആവശ്യപ്പെട്ടു. മാലിന്യങ്ങൾ തീയിട്ട് നശിപ്പിക്കുന്നത് കുറ്റകരമാക്കിയ സർക്കാരിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തി ഇരുട്ടിന്റെ മറവിൽ മാലിന്യം തീ കൊടുത്ത് വിശപ്പുക സൃഷ്ടിച്ച കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് ജനകീയ വേദിയുടെ ആവശ്യം. ഇല്ലെങ്കിൽ മാലിന്യം കത്തിക്കുന്നതിന് ജനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കുകയും ഇത്തരം വലിയ കുറ്റവാളികളെ ഒഴിവാക്കുകയും ചെയ്താൽ നിയമത്തിന് അർത്ഥമില്ലാതാവും. മാലിന്യം നീക്കം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്യാതെ തീയിട്ട് നശിപ്പിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ തീപിടുത്തമെന്ന് ജനങ്ങൾ സംശയിക്കുന്നു. തീയിട്ട് നശിപ്പിക്കുന്നതിലൂടെ മാലിന്യ പ്ലാന്റും അതുമായി ബന്ധപ്പെട്ട യന്ത്രസാമഗ്രികളും ഉൾപ്പെടെ ഇല്ലാതാക്കുകയെന്ന ഗൂഢലക്ഷ്യവും ഇതിന്റെ പിന്നിൽ ഉണ്ടാവാനാണ് സാധ്യത. ഇത്തരം സംഭവങ്ങൾ പൊതുസ്വത്ത് നശിപ്പിക്കുന്ന കുറ്റവും കൂടിയാണ്. വർഷങ്ങളായി കുബണൂരിലെ മാലിന്യ പ്രശ്നം പ്രാദേശിക ഭരണകൂടത്തിനും അധികാരികൾക്കും ഒരു കീറാമുട്ടിയായി അവശേഷിക്കുകയാണ്. ഇതിവിടെ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യമാണ്. പ്രശ്നപരിഹാരത്തിന് സർക്കാർ തലത്തിൽ നിന്ന് പോലും ഇടപെടലുകൾ ഉണ്ടായതാണ്. പക്ഷേ ഇതുവരെയായി യാതൊരു പരിഹാരവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി കാണുന്നില്ല. പ്രദേശത്തുകാരുടെ പരാതിയിൽ ജനകീയ വേദി നിരവധി പ്രക്ഷോഭങ്ങളും ഇടപെടലുകളും നടത്തിയതാണ്. ഭരണക്കാരിൽ നിന്നും അധികാരികളിൽ നിന്നും നിരവധി ഒപ്പുകളും ലഭിച്ചതാണ്. ഒന്നും നടപ്പായില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാറാകുമ്പോൾ ജനരോഷം തണുപ്പിക്കാനുള്ള അടവ് നയമാണിതെന്നും ജനസംസാരമുണ്ട്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയില്ലെങ്കിൽ ജനകീയ വേദി പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് നേതാക്കൾ അറിയിച്ചു. ജനവാസമില്ലാത്ത ആ സ്ഥലത്ത് രാത്രി 12 മണി ശേഷം അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടാവണമെങ്കിൽ അതിന് പിന്നിൽ ഏതോ കറുത്ത കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കറുത്തകൾ ആരായാലും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണമെന്നും അവരെ കണ്ടുപിടിക്കണമെന്നും ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കർശന നടപടി ഉണ്ടാവണമെന്നും മംഗൽപാടി ജനകീയ വേദി ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകി. സിദ്ദീഖ് കൈക്കമ്പ, അഷാഫ് മൂസക്കുഞ്ഞി, മഹസൂദ് കൈക്കമ്പ, സൈനുദ്ദീൻ അടുക്ക എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.